രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ ഒതുക്കാൻ ആർക്കുമാവില്ല, എന്നാൽ അമിത്ഷായ്ക്കാകും. അത്തരത്തിലൊരു പ്രകടനമാണ് അമിത്ഷായും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടന്നത്. ഈ കോൺവെർസേഷനെ കുറിച്ച് വളരെ വിശദമായി ഒരു കുറിപ്പ് എഴുതിയിരിക്കുകയാണ് ഭാസ്കരൻ നായർ അജയൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ. എന്തായാലും ഞാൻ അദ്ദേഹത്തിന്റെ പോസ്റ്റ് ആദ്യം വായിക്കാം. അമിത്ഷാജിയുടെ സിംഹഗർജനം കണ്ട് രാഹുൽ ഗാന്ധി ഞെട്ടി. ഞാൻ എന്താണ് സംസാരിക്കേണ്ടത് നീ അല്ല തീരുമാനിക്കേണ്ടത്. നിന്റെ ധാർഷ്ട്യം നീ ചുരുട്ടിക്കൂട്ടി കയ്യിൽ വെച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, ഇന്ന് പാർലമെന്റിൽ SIR-നെ കുറിച്ച്, സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനെ കുറിച്ച് ചൂടേറിയ ചർച്ച നടന്നു. രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായ മറുപടി നൽകിയ അമിത്ഷാ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട സകല ചോദ്യങ്ങൾക്കും കോൺഗ്രസ് കൊണ്ടുവന്ന നിയമങ്ങൾക്ക് അനുസൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് പാർലമെന്റിനെ അറിയിച്ചു. ഇന്ത്യയിൽ നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശികൾക്കും റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കും വോട്ട് ചെയ്യാനുള്ള അവകാശത്തിനു വേണ്ടിയാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്ന് അമിത്ഷാ പറഞ്ഞു. വോട്ട് ചോരി ആദ്യം നടത്തിയത് ജവഹർലാൽ നെഹ്റുവാണ്. പിന്നീട് ഇന്ദിരാഗാന്ധിയും രാഹുൽ ഗാന്ധിക്ക് ചോദ്യം എഴുതി കൊടുക്കുന്നയാൾ രാഹുൽ ഗാന്ധിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന ഉപദേശം കൂടി നൽകാൻ അദ്ദേഹം മറന്നില്ല. ഇത്രയും മറുപടി കേട്ടിട്ടും തൃപ്തനാകാതെ കൊച്ചുകുട്ടിയെ പോലെ ഇന്നലത്തെ ചോദ്യത്തിന് അമിത്ഷാജി മറുപടി പറഞ്ഞില്ല എന്ന രാഹുലിന്റെ ചോദ്യം അമിത്ഷായെ ചൊടിപ്പിച്ചു. എനിക്ക് അസംബ്ലിയിലും പാർലമെന്റിലും 30 വർഷത്തെ പരിചയമുണ്ട്. ഞാൻ ആദ്യം എന്താണ്, അവസാനം എന്താണ്, ഏത് ചോദ്യത്തിനാണ് ഉത്തരം പറയേണ്ടത് എന്ന് നീ തീരുമാനിക്കേണ്ട, അത് തീരുമാനിക്കുന്നത് ഞാനാണ് എന്ന് സിംഹഗർജനത്തോടെ ആഭ്യന്തരമന്ത്രി അറിയിച്ചു.